ഹലോ, വെൽക്കം ബാക്ക്. കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നൊരു എക്സാം ഡേ ആണ്. സോ എക്സാം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. പരീക്ഷാ ദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനുണ്ടാവില്ല. ഞാൻ എക്സാമിന് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ, എക്സാം കഴിഞ്ഞ് വരുമ്പം പിന്നെ ഞാൻ ടയേർഡായിരിക്കും. എക്സാമിന് പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പരീക്ഷാ ദിവസമായതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോർണിംഗ് ഭയങ്കര ലോങ് ആയിട്ട് തോന്നാറുണ്ട്. മോർണിംഗ് ടൈം ഒരുപാടുള്ളതുപോലെ തോന്നാറുണ്ട്. ആൻഡ് പരീക്ഷാ ദിവസത്ത് മാത്രമാണ് ഇത്ര നേരത്തെ നീക്കാറുള്ളൂ. അങ്ങനെ ഞാൻ ഇന്നലത്തെ പഠിച്ച് കഴിഞ്ഞ കുറേ കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. രാവിലെ എണീച്ചിട്ട് പുതിയ പഠിത്തങ്ങളൊന്നും നടക്കില്ല. ഇനി എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ രാവിലെ എണീച്ച് പഠിക്കാറുള്ളത്. അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുക. അതുവരെ പഠിച്ചത് എന്താണോ അത്രയും കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. ഞാൻ വിട്ട ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ രാവിലെ നോക്കാറില്ല. സോ കുറേ നേരം ഇരുന്ന് റിവിഷൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് സമയം തീരെ പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ലോങ് ടൈം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറേ നേരമൊക്കെ ഇരുന്ന് പഠിച്ച് ബോറടിച്ചിട്ട് ഞാൻ എണീറ്റ് നടന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം. അങ്ങനെ ഒരു 8 മണി വരെയൊക്കെ ഞാൻ റിവിഷൻ ചെയ്തു. ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടന്നിട്ടുണ്ട്. എന്നാലും 8 മണി വരെ റിവിഷൻ ചെയ്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് റുട്ടീനാണ്. ഞാൻ വല്ലാതെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല. വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നിയാൽ മാത്രമാണ് ഞാൻ സ്കിൻ കെയറിന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ചെയ്ത് നിർത്തുന്ന ഒരാളാണ്. ബേസിക് എന്ന് പറയുമ്പം ഒരു റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ടോണർ ഇട്ടും ആൻഡ് ദെൻ ഒരു സിറം ഇപ്പം കുറച്ചായിട്ട് മാത്രം യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ മോയ്സ്ചറൈസർ. ഞാനിപ്പം പുറത്ത് പോകുന്നതല്ലാത്തതുകൊണ്ട് എക്സാമിന് പോകാൻ കുറച്ചുകൂടി ടൈമുണ്ട്. അപ്പം നേരത്തെ തന്നെ റെഡിയായി നിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനിപ്പം മോയ്സ്ചറൈസർ മാത്രം ഇട്ട് നിർത്തി. ആൻഡ് ദെൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് ഇവിടുത്തെ ചപ്പാത്തിയാണ്. കണ്ടാൽ പൊറാട്ട പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ചപ്പാത്തിയാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എഴുതാനിരുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ പഠനത്തിൻ്റെ ഇടയ്ക്ക് മറന്നുപോയതാണ്. എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചു. അതല്ലെങ്കിൽ അത് മറന്നു പോകും. പിന്നെ കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് റിവിഷൻ ചെയ്തു വെറുതെ ഒന്ന് പുസ്തകമൊക്കെ മറിച്ച് നോക്കാം. എനിക്കറിയില്ല, എക്സാമിൻ്റെ ടൈമിൽ എന്നെപ്പോലെ എന്തിനല്ലേ ഈ സീൻ ആലോചിക്കുന്നവരുണ്ടോയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്തായാലും റിവിഷൻ ചെയ്തു. ഇനി ബുക്സ് തുറക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ബുക്ക് അടച്ചു വെക്കുന്നത്. ആൻഡ് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. സ്കൂളല്ല, ആക്ച്വലി ഞാൻ കോളേജിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു മൈൻഡിലേക്ക് കയറിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും സ്കൂൾ എന്ന് പറയുന്നത്. സോ ഞാൻ റെഡിയായി, വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. വേണ്ട സാധനങ്ങൾ, എക്സാം ആയതുകൊണ്ട് ബുക്സ് ഒന്നുമില്ല. എനിക്ക് വേണ്ട പെന്നും പെൻസിലും എൻ്റെ ഹാൾ ടിക്കറ്റ് ഓൾറെഡി ബാഗിലുണ്ട്. അങ്ങനെ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഞാൻ ഇറങ്ങി. സോ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.